ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നത്. ഹൗ ടു ഡു ഹെൽത്തി ഷോപ്പിംഗ്. ആരോഗ്യപരമായി എങ്ങനെ ഷോപ്പ് ചെയ്യാമെന്നുള്ളത്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? പണ്ട് കാലങ്ങളിൽ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഹൗ ടു ഈറ്റ് ആൻഡ് ഹൗ നോട്ട് ടു ബി ഈറ്റൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ഭക്ഷണം എങ്ങനെ കഴിക്കാം, അതിനേക്കാൾ പ്രാധാന്യമുള്ളൊരു കാര്യം നമ്മളെ മറ്റുള്ളവർ ആരെങ്കിലും കഴിക്കാതിരിക്കാൻ എങ്ങനെ നോക്കാമെന്നുള്ളത്. പക്ഷേ ആലോചിച്ച് നോക്കിയാൽ അവിടുന്ന് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയി. പിന്നെ കൃഷി തുടങ്ങി, നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ കഴിക്കുന്നൊരവസ്ഥ വന്നു. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ ഗ്രാമപ്രദേശം കിട്ടുന്ന മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നൊരു രീതി നമ്മൾ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ അവിടുന്ന് നോക്കിയാൽ കാർഷിക വിപ്ലവം വന്നു, വ്യാവസായ വിപ്ലവം വന്നു. എത്ര ദൂര സ്ഥലത്തു നിന്ന് പോലും ഇന്ന് നമ്മളുടെ പട്ടണങ്ങളിൽ, എത്ര ചെറിയ പട്ടണങ്ങളാണെങ്കിൽ പോലും അവിടെ എന്തൊക്കെ ഭക്ഷ്യസാധനങ്ങൾ വന്ന് എത്തിച്ചേരുന്നത്. ഇന്ന് ഹ്യൂജ് ഷോപ്പിംഗ് മോൾസ് ഉണ്ട്. ലോകത്തെ ഏത് സ്ഥലത്തും ഉണ്ടാക്കുന്ന, ഏത് സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഏത് ഭക്ഷ്യവസ്തുക്കളും ഒരുപക്ഷെ ഭക്ഷ്യവസ്തുവുമായിട്ട് യാതൊരു സാദൃശ്യവുമില്ലാതെ എന്നാൽ ഭക്ഷണമെന്ന് വിളിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളും നമ്മുടെയൊക്കെ പട്ടണങ്ങളിൽ അവൈലബിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പണ്ട് സ്ഥലത്ത് നമ്മുടെ കൃഷിയിടങ്ങളിൽ കിട്ടുന്ന ഭക്ഷണമാണ് നമ്മൾ പാചകം ചെയ്ത് കഴിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണം എവിടുന്ന് വരുന്നു? ആരോ എവിടെയോ എന്നോ എങ്ങനെയോ കൃഷി ചെയ്ത ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഷോപ്പ് ചെയ്ത് വാങ്ങുന്ന സാധനമല്ലേ നമ്മളുടെ അടുക്കളയിൽ കൊണ്ടുവന്ന് നമ്മൾ ഭക്ഷണമാക്കി മാറ്റുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ നമ്മുടെ ശരീരത്തിൽ കടന്ന് നമ്മുടെ ശരീരവും ആരോഗ്യവും ഊർജ്ജവും രോഗപ്രതിരോധ ശക്തിയും ആയുസ്സും നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വളരെ ശക്തമായ ഇടപെടൽ വേണ്ട ഒരു സ്ഥലമല്ലേ ഷോപ്പിംഗ്. കാരണം ഞാനും നിങ്ങളും നമ്മുടെ സമൂഹത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് ഷോപ്പ് ചെയ്ത് തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചേരുന്നത്. വളരെ ചുരുക്കം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതും വളരെ പരിമിതമായ അളവിൽ നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ കഴിക്കുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി ഷോപ്പിംഗ് എങ്ങനെ ചെയ്യാം? ശ്രദ്ധിച്ചു. നമുക്ക് അരിയിൽ നിന്ന് തുടങ്ങാം. അരി വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. കാരണം നമ്മൾ പലപ്പോഴും പറയുന്നൊരു ശീലമുണ്ട്, അരി വാങ്ങിക്കാൻ കാശ് വേണ്ടേ, അല്ലെങ്കിൽ അരി ഭക്ഷണം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. അപ്പോൾ അരിയുടെ പ്രാധാന്യം ആലോചിച്ച് നോക്കി. മലയാളിയുടെ ഭക്ഷണത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അരി. പല മലയാളികളും വളരെ പ്രൗഡായിട്ട്, വളരെ അഭിമാനത്തോടെ പറയുന്നൊരു കാര്യമാണ്, ഞാൻ കഴിക്കുന്നത് മട്ടയരിയാണെന്ന്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടൈറ്റിൽ തന്നെ മട്ടയരി പൊട്ടയരി എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ശരിക്കും ആരോഗ്യമുള്ള അരി, അതായത് നമ്മൾ ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന അരി സാറിന് നമ്മൾ ഉപയോഗിക്കുന്ന ബോയിൽഡ് റൈസാണ്. ഒറിജിനൽ ബോയിൽഡ് റൈസ് എങ്ങനെ ഇരിക്കും? എന്നോടൊപ്പം എൻ്റെ വീട്ടിലേക്കുള്ള അരി വാങ്ങിക്കാൻ എൻ്റെ വൈഫ് ഗീതയും കൂടെ ഉണ്ട്. ഏതരിയാണ് നമ്മൾ സാധാരണ വാങ്ങുന്നത്? ഇതാണ് ഞങ്ങൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നല്ല ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഇത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വയറ് നിറയുന്നതായിട്ട് കാണാം. അതിൻ്റെ പ്രധാനപ്പെട്ടാണ് എനിക്ക് ഇതിനകത്ത് കൂടുതൽ ഫൈബർ ഉള്ളതുകൊണ്ട് തന്നെ തവിട് ഒട്ടും കളയാത്തതാണ്. പക്ഷേ ചിലപ്പോൾ ആൾക്കാർ പറയും ഇത് കുക്ക് ചെയ്യാൻ കുറേ സമയമെടുക്കും. പക്ഷേ അതിന് പറ്റിയ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നല്ല വേവാനുള്ള പരുവത്തിലാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന തവിട് കളഞ്ഞ അരി വാങ്ങുന്നതിന് പകരം യു ക്യാൻ ഷിഫ്റ്റ് ടു ഹോൾ അൺറിഫൈൻഡ് ബോയിൽഡ് റൈസ്. ഒന്ന് ട്രൈ നോക്കുക. നേരത്തെ ഗീത പറഞ്ഞ പോലെ തലേ ദിവസം വേണമെങ്കിൽ കുതിർത്ത് വെക്കാം. കുറച്ച് കൂടുതൽ വേവുണ്ടെന്നുള്ള, ബട്ട് വെരി ടേസ്റ്റി ആൻഡ് വെരി ഹെൽത്തി. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, ചോറ് വെക്കാൻ ആ അരിയാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ, ഇഡ്ഡലി, പുട്ട്, ദോശ, അപ്പം, കൊഴുക്കട്ട, ഇതുണ്ടാക്കാൻ ഇതേ അരി തന്നെ മതിയോ? പോരാ. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് റോ റൈസാണ്. റോ റൈസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പച്ചരി. പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട്, പച്ചരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നല്ല വെളുത്തിരിക്കുന്നതാണ് പച്ചരി. ഇത് തവിട് കളയാത്ത പച്ചരിയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലഹാരങ്ങൾ ഉപയോഗിക്കുന്നത്. സാധാരണ ഇത് എല്ലാ ദോശ ഉണ്ടാക്കാം നമുക്ക്, അതുപോലെ പുട്ടുപൊടി ഉണ്ടാക്കി വീട്ടിൽ തന്നെ വെക്കാം, അപ്പത്തിൻ്റെ പൊടി ഉണ്ടാക്കി വെക്കാം. ഇതെല്ലാം ഈ റോ റൈസ് കൊണ്ട് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസത്തിൽ ഈ പുട്ടുണ്ടാക്കാനും പലഹാരങ്ങൾ ഉണ്ടാക്കാനും പൊടിച്ചെടുക്കുന്ന അത്ര ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇരിക്കുന്നത് ഈ അരിയുടെ പൗഡറാണ്. അപ്പോൾ ഇന്നത്തെ പല ഓർഗാനിക് ഷോപ്പുകളിലും റൈസ് പൗഡറായിട്ട് കിട്ടും. വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങി പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ റൈസിൻ്റെ പൗഡർ വാങ്ങിക്കും. അപ്പോൾ നിങ്ങളുടെ പുട്ടും നിങ്ങളുടെ അപ്പവും ഇടിയപ്പവും എല്ലാം വീട്ടിൽ തന്നെ നമുക്ക് അത് ബ്രൗൺ ആണ്. അപ്പോൾ വൈറ്റ് അല്ല, ഇതെല്ലാം ബ്രൗൺ ആണ്. സോ അരി ബ്രൗൺ, പലഹാരങ്ങളും എല്ലാം ബ്രൗൺ. നമുക്ക് ചെയ്യാവുന്ന ഒരു ബ്രൗൺ റെവല്യൂഷനോട്ട് നമുക്ക് നോക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് ഇന്ന് ഉപയോഗിക്കാം.
അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രൗൺ അവലാണ്. നമ്മൾ സാധാരണ അരിഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഈ അവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ മിക്കവാറും രാവിലെയൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് അവൽ ഉപയോഗിച്ചിട്ട് കുറേ പച്ചക്കറികൾ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. അത് നല്ല ഹെൽത്തിയാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിൽ നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ഭക്ഷണത്തിൽ അതുപോലെ ശക്തമായ സ്വാധീനമുള്ള ഒന്നാണല്ലോ ഗോതമ്പ്. ഗോതമ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് ഗ്ലൂട്ടനാണ്. നിങ്ങൾക്കും പക്ഷേ അറിവുള്ളതായിരിക്കും. ഗ്ലൂട്ടൻ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ നമുക്ക് ഗോതമ്പ് കൊണ്ട് പല പലഹാരങ്ങളും ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്, ചപ്പാത്തിയും അതുപോലെ തന്നെ. നമുക്ക് ചെയ്യാവുന്ന ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ദേശീയമായിട്ടുള്ള ഗോതമ്പുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഇരിക്കുന്നത് ലോ ക്വാൻ വീറ്റ് എന്ന് പറയുന്ന ഒരു വീറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന എമ്മർ വീറ്റ്. ഇതൊക്കെ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന ഗോതമ്പ് ഇനങ്ങളാണ്. താരതമ്യേന ഗ്ലൂട്ടൻ്റെ അളവ് കുറവും അതോടൊപ്പം തന്നെ ഉയർന്ന പ്രോട്ടീനുള്ളതാണ്. ദിസ് ക്യാൻ ബി എ ബെറ്റർ ഓപ്ഷൻ ഫോർ വീറ്റ്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് പല കമ്പനികളും ഓർഗാനിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വീറ്റ് സ്പ്രൗട്ട് ചെയ്തിട്ട് പൗഡർ ചെയ്തെടുക്കുക, നമുക്ക് പൗഡറായിട്ട് കിട്ടും. ഇപ്പോൾ ഓർഗാനിക് സ്പ്രൗട്ടഡ് വീറ്റ് ഫ്ലവർ കിട്ടും. നമുക്ക് ഗോതമ്പ് കൊണ്ടുണ്ടാക്കണം അല്ലെങ്കിൽ ഗോതമ്പ് അത്തരത്തിലുള്ള പലഹാരം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് എൻ ഓപ്ഷൻ. ധാന്യങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇന്ന് ലോകം മുഴുവൻ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് അട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ് മില്ലറ്റ്സ്. മില്ലറ്റ്സ് വളരെ ഹെൽത്തിയാണ്. പക്ഷേ ദയവേത് മില്ലറ്റ്സ് സർവ്വ രോഗങ്ങൾക്ക് ഒരു പരിഹാരമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. മില്ലറ്റ്സ് നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും വേണ്ട ധാന്യങ്ങളൊന്നാണ്. നമുക്കിപ്പോൾ വിപണിയിൽ ഇഷ്ടം പോലെ മില്ലറ്റ്സ് കിട്ടുന്നുണ്ട്. ഇത് പ്രോസോ മില്ലറ്റ് എന്ന് പറയും. അതുപോലെ ഇത് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മില്ലറ്റാണ്. പിന്നെ അതുപോലെ തിന റൈസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാനും പിന്നെ അതുപോലെ ഇത് പൊടിച്ചിട്ട് നമുക്ക് അതിനെക്കൊണ്ട് പലഹാരങ്ങൾ ഉണ്ടാക്കാനും പറ്റും. ഈ മില്ലറ്റ് കൊണ്ടുള്ള പൊടികൾ കൊണ്ട് മറ്റൊരു ഉപയോഗമുണ്ട്. ഗോതമ്പ് ഉപയോഗിച്ചുണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ബ്രെഡും കേക്കും ഒക്കെ തന്നെ. അതിൻ്റെ ഗ്ലൂട്ടനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. നമുക്ക് വേണമെങ്കിൽ മില്ലറ്റ് ഇട്ട് അതിനെ റീപ്ലേസ് ചെയ്യാം. ഇത് മില്ലറ്റിൻ്റെ പൗഡറാണ്. മില്ലറ്റ് പൗഡർ ഇട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ പ്രശ്നം ഗ്ലൂട്ടൻ്റെ ഒരു ബൈൻഡിങ് ക്വാളിറ്റി മില്ലറ്റിനുണ്ടാവില്ല. അവിടെ നമുക്ക് തീർച്ചയായിട്ടും അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സിലിയം ഹസ്ക്. ഇപ്പോൾ സിലിയം ഹസ്ക് ഞങ്ങളുടെ വീട്ടിലൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്. കാരണം ഇത്തരത്തിലുള്ള ബ്രെഡും കേക്കും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മില്ലറ്റ് പൗഡറിനൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് സിലിയം ഹസ്കാണ്. നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ട് വേണ്ട ഒന്നാണല്ലോ മധുരം ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വൈറ്റ് ഷുഗറാണ്. വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വൈറ്റ് ഷുഗറാണ്. ഒരു ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയം വേണ്ട, ഓർഗാനിക് ആയിട്ടുള്ള ബ്രൗൺ ഷുഗറാണ്. പലർക്കും സംശയം ഈ ഓർഗാനിക് ബ്രൗൺ ഷുഗർ വേറെ എന്തെങ്കിലുമാണോ. നമ്മൾ ഉണ്ടാക്കുന്ന പഞ്ചസാരയിൽ അതിൻ്റെ പ്രോസസ്സിങ് വളരെ കുറച്ചിട്ട് കൂടുതൽ മിനറൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് ഓർഗാനിക് ബ്രൗൺ ഷുഗർ. ഞങ്ങളുടെ വീട്ടിൽ ഷുഗർ ഉണ്ട്, പക്ഷേ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓർഗാനിക് ബ്രൗൺ ഷുഗറാണ്. അതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് ഓർഗാനിക് ജാഗറി. ജാഗറി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഇന്ന് വിപണിയിൽ കിട്ടുന്ന ജാഗറിയിൽ ഒരുപാട് ടോക്സിൻസ് ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. സോ യു ക്യാൻ ഷിഫ്റ്റ് ടു ഓർഗാനിക് ജാഗറി. നല്ല ഒരു സ്വീറ്റ്നെസ് വേണ്ട ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഓർഗാനിക് ജാഗറികളാണ്. അടുത്തൊരു ഷോപ്പിംഗ് ഇൻഗ്രീഡിയൻ്റ് എണ്ണയാണ്. എണ്ണ ഏതാ ഏറ്റവും നല്ല എണ്ണ? ഒരു സംശയം വേണ്ട, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓയിൽ യാതൊരു സംശയം വേണ്ട കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കോക്കനട്ട് ഓയിൽ ഇത് നമുക്ക് ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല ചക്കിലാട്ടിയ എണ്ണ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കീപ്പിംഗ് ക്വാളിറ്റി കുറവാണ്. കാരണം ഇതിനകത്ത് താരതമ്യേന കുറച്ച് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. ഒന്നിൽ ഇത് ഉപയോഗിക്കാം, പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കണം. അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള കോക്കനട്ടോട്ട് പോകാം. ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ പക്ഷേ പാചകത്തിന് യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നില്ല, കാരണം ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. എൻ്റെ വീട്ടിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്മൂത്തീസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലതാണ്. ഇവിടെ ഒരു സെറ്റ് ഓഫ് വെജിറ്റബിൾ ഓയിൽസ് ഇരിപ്പുണ്ട്, ശരിയാണ്, കാരണം പലരും ഇത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ജനറലി സ്പീക്കിംഗ് ഈ സീഡ് ഓയിൽസ്, അതായത് സൺഫ്ലവർ ഓയിലായിരിക്കാം, ഗ്രൗണ്ട്നട്ട് ഓയിലായിരിക്കാം, ഫ്ലാക്സീഡ് ഓയിലായിരിക്കും, ഇതൊന്നും കുക്കിങ്ങിന് അത്ര നല്ലതല്ല. മേ ബി ചിലപ്പോൾ ഡ്രസ്സിങ്ങിനോ അല്ലാതെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോഴൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം, കേരളീയരല്ലാത്ത ആൾക്കാർക്ക് അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് നെയ്യ് തന്നെയാണ്. ബട്ടറോ ഗീയോ കുക്കിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വെജിറ്റബിൾ ഓയിൽസ് ഒഴിവാക്കിയിട്ട് വെളിച്ചെണ്ണയും വെർജിൻ കോക്കനട്ട് ഓയിലും ഗീയും, ഇനി ഡ്രസ്സിങ്ങിന് വേണമെങ്കിൽ ഒലിവ് ഓയിൽ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓയിൽ ഷോപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. സാധാരണ ഷോപ്പിംഗ് ലിസ്റ്റിൽ കാണാത്ത ഒരു കാര്യമാണ് എൻ്റെ ഇരിക്കുന്നത്. ഇത് മുതിരയാണ്, ഹോഴ്സ് ഗ്രാമാണ്. പൊതുവെ ആരും വാങ്ങാറില്ല.
ഞങ്ങളിത് വളരെ നല്ലോണം വാങ്ങാറുണ്ട്. ഇത് മാത്രമല്ല, ഇതുപോലത്തെ പല പൾസസും നമ്മുടെ വീട്ടിലുണ്ടാവും. ഞങ്ങൾ ഈ പൾസസും അതുപോലെ ധാന്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് സാധാരണ ദോശ ഉണ്ടാക്കുന്നത്, അടദോശ. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, എൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള പൾസസ് നമ്മുടെ ഡയറ്റിനകത്ത് പ്രോട്ടീൻ്റെ റോളിന് നല്ല റോൾ പ്ലേ ചെയ്യുന്നു. ഷോപ്പിങ്ങിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും തന്നെ. ഈ വിഷയം പൊതുവേ എല്ലാവരും വളരെ അവെയറാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഹൈ ലെവൽസ് ഓഫ് ടോക്സിൻസ്, പെസ്റ്റിസൈഡ്സ്, കെമിക്കൽസ്, വീഡിസൈഡ്സാണ്. അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും? ഞങ്ങൾ സ്വീകരിക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, വളരെ ലോക്കലായിട്ടുള്ള എന്നാൽ നമുക്ക് വിശ്വസനീയമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് നമുക്ക് പഴങ്ങളും പച്ചക്കറികളും നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. സോ ഗോ ഫോർ സം വെറൈറ്റി, ഗോ ലോക്കൽ, ഗോ ഓർഗാനിക് ആൻഡ് ഗോ റിലയബിൾ ആയിട്ടുള്ള സോഴ്സസ് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുകിട സംരംഭങ്ങളും ചെറുകിട കർഷകരും ഒരു പക്ഷേ പ്രാദേശികമായിട്ട് നമുക്ക് കണ്ടെത്തി നിങ്ങളുടെ ഷോപ്പിംഗ് ലിസ്റ്റിൽ അതിനുള്ള സോഴ്സസ് കണ്ടെത്താമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ അതിനോടൊപ്പം ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലും ടെറസിലും ചെയ്യുന്ന പച്ചക്കറി കൃഷി തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട റോൾ പച്ചക്കറികൾക്കുണ്ട്. പക്ഷേ പച്ചക്കറികളിൽ വിഷാംശം ഉണ്ടെന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുന്നത് മണ്ടത്തരം തന്നെയാണ്. സോ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഇത് തന്നെയാണ്. പ്രമേഹം മിക്ക ആൾക്കാർക്കും ഭയപ്പെടുത്തുന്ന രോഗമൊന്നുമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് പ്രമേഹത്തിൻ്റെ ഇന്നത്തെ ഒരു സാർവത്രിക സ്വഭാവമാണ്. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാർക്ക് ഇന്ന് പ്രീ ഡയബറ്റീസോ ഡയബറ്റീസോ ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങും കാണുന്ന രോഗമായി മാറിക്കഴിഞ്ഞു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വളരെയധികം മരുന്നുകളും മോണിറ്റേഴ്സും ഒസംബിപ് പോലുള്ള ഇഞ്ചക്ഷൻസുമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രമേഹത്തിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളൊരു അമിതമായ ആത്മവിശ്വാസമാകാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ടൈപ്പ് 2 ഡയബറ്റീസ് ഇന്ന് സയൻറ്റിഫിക്കലി റിവേഴ്സിബിളാണ്. ഒരു വ്യക്തിയുടെ ഡയറ്റ്, ന്യൂട്രീഷൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്കെലിറ്റൽ മസിൽസ്, അദ്ദേഹത്തിൻ്റെ ഗട്ട് ഹെൽത്ത്, അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ഹെൽത്ത്, സ്ലീപ്പ് തുടങ്ങിയിട്ടുള്ള നിരവധി ആസ്പെക്ട്സിനെ വളരെ ഫലപ്രദമായിട്ട് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് തീർച്ചയായിട്ടും റിവേഴ്സിബിളാണ്. ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഹാർമണി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം ടു റിവേഴ്സ് ഡയബറ്റീസ് ആണ് ഡയബെക്സിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡയബെക്സിറ്റ്? അതിൻ്റെ സയൻസ് എന്താണ്? അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രമേഹത്തെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും? ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെമിനാർ ഈ വരുന്ന നവംബർ 30 കൊച്ചിയിൽ നടക്കുന്നുണ്ട്. So see you there in Kochi.